മാതാപിതാക്കളുടെയെല്ലാം മക്കളുടേതാണ്. എന്നാൽ പലപ്പോഴും മക്കളുടേതെല്ലാം മാതാപിതാക്കളുടേതായി മാറാറില്ല. മാതാപിതാക്കളുടെ സമ്പാദ്യം മക്കൾക്കുള്ളതാണ്. എന്നാൽ മക്കളുടെ സമ്പാദ്യം മുഴുവൻ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതല്ല. മാതാപിതാക്കളുടെ ഭവനം മക്കളുടേതാണ്. എന്നാൽ പലപ്പോഴും മക്കളുടെ ഭവനം മാതാപിതാക്കളുടേതായി മാറാറില്ല. കാരണം മക്കളുടെ കുറവുകളിൽ അവരെ തള്ളിക്കളയാതെ അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം മാതാപിതാക്കളും. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ പക്കലേക്ക് വരികയില്ല. നമ്മുടെ കുറവുകളിൽ ബലഹീനതകളിൽ നമ്മെ തള്ളിക്കളയാതെ മരണത്തിനെ പോലും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന യേശുനാഥനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. റോമാക്കാർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങളാണ് ക്രിസ്തുവിൻ്റെ മരണത്തിന് കാരണമായതെന്നറിഞ്ഞിട്ടും ആ പാപങ്ങളിൽ നമ്മെ വെറുക്കാതെ, നമ്മെ വിട്ടുകൊടുക്കാതെ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന യേശുനാഥൻ നന്മയുടെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. അതിനാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നതും നമുക്കിഷ്ടമുള്ളവരോട് മാത്രം നന്മ ചെയ്യാതെ എല്ലാവരോടും നന്മ ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് യേശുനാഥൻ പറയുമ്പോൾ നമുക്കിഷ്ടമുള്ളവരെ മാത്രമോ നമ്മെ സ്നേഹിക്കുന്നവർക്ക് മാത്രമോ നന്മ ചെയ്യുവാനല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ പരസ്പരം തിന്മ ചെയ്യരുത്, പ്രത്യുത എല്ലാവരുടെയും മുമ്പിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവിനെന്ന്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, ക്രിസ്തുവിനെ പോലെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണോ നാം, അതോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദ്രോഹിച്ചവരോട്, നമ്മെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുവാനും അവരെ വേദനിപ്പിക്കുവാനും പരിശ്രമിക്കുന്നവരാണോ നാം? ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന മാതൃക അനുസരിച്ച് പ്രതികാരം ചെയ്യുവാനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുവാനുമാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഗലേഷ്യൻസ് 6:9 പൗലോസ്ലീഹ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, കാരണം യഥാകാലം നന്മ ചെയ്താൽ നിങ്ങൾക്ക് യഥാകാലം വിളവെടുക്കാം. നാം നന്മ ചെയ്യുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടുകൂടെ, നന്മ ചെയ്യുവാനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിനെ പോലെ നമ്മെ ദ്രോഹിച്ചവരെയും നമ്മെ വേദനിപ്പിച്ചവരോടും അവരെ തിരികെ വേദനിപ്പിക്കാതെ അവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും നന്മയിൽ ജീവിക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ജീവിത വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുക. ഈ ശുശ്രൂഷ, ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ ദൈവവചന ശുശ്രൂഷയിൽ മുടക്കമില്ലാതെ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപാവരത്തിനായി പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളിലും കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.